രണ്ടാമതും അധികാരത്തിലെത്തിയതോടെ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന താരിഫ് നയങ്ങളാണ് യുഎസിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ വരുന്നത് കുറക്കുമെന്നും ഉൽപ്പന്നങ്ങളുടെ വില കൂടാൻ ഇടവരുത്തുമെന്നും വിമർശനങ്ങളുണ്ടായിരുന്നു. ഏറെക്കുറെ ഇക്കാര്യം സമ്മതിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായാണ് ഏറ്റവും രൂക്ഷമായ വ്യാപാര യുദ്ധം യുഎസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ 30 കളിപ്പാട്ടങ്ങൾ ലഭിച്ചിരുന്ന കുട്ടികൾക്ക് ഇനി അത് 2 ആയി കുറയാമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ വ്യാപാര യുദ്ധത്തിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിക്കുന്നത് ചൈനയ്ക്ക് തന്നെയായിരിക്കും എന്ന വാദം ട്രംപ് ആവർത്തിച്ചു. ട്രംപ് അധികാരത്തിലെത്തിയ ആദ്യ 3 മാസങ്ങളിൽ യുഎസ് സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് പോയതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം റിപ്പോർട്ടുകൾ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ടെന്നാണ് ട്രംപ് ജനങ്ങളോട് പറയുന്നത്. താരിഫ് നയങ്ങൾ കാരണം സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകില്ലെന്നാണ് ട്രംപ് ഉറപ്പു നൽകിയത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെയാണ്. തൻ്റെ ഭരണത്തിന് കീഴിൽ താരിഫ് നയങ്ങൾ വന്നതോടെ ചൈനീസ് ഫാക്ടറികൾക്ക് കാര്യമായ ബിസിനസ് നടക്കുന്നില്ലെന്നും അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടിലായെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്ക് ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടകളിൽ സാധനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം പലരുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ടെന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് കളിപ്പാട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ട്രംപ് നടത്തിയത്. ഒരുപക്ഷെ കുട്ടികൾക്ക് 30 കളിപ്പാട്ടങ്ങൾക്ക് പകരം 2 കളിപ്പാട്ടങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വരും. ആ 2 കളിപ്പാട്ടങ്ങൾക്ക് സാധാരണ നൽകുന്നതിനേക്കാൾ കുറച്ച് തുക അധികമായി നൽകേണ്ടി വന്നേക്കാമെന്നും ട്രംപ് വ്യക്തമാക്കി. 2025 ആദ്യപാദത്തിൽ യുഎസ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 0.3% കുറഞ്ഞു എന്ന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ ട്രംപ് പ്രതിരോധത്തിലാവുകയും ചെയ്തു. ഇറക്കുമതി കൂടിയതാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പല കമ്പനികളും താരിഫ് വരുന്നതിന് മുമ്പ് തന്നെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഓട്ടോമൊബൈൽ, സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ മേഖലയുടെ ഇറക്കുമതിയിൽ വലിയ വർധനവുണ്ടായി. അതുമാത്രമല്ല, ഇറക്കുമതി താരിഫ് കൂടിയാൽ വില കൂടുമെന്ന് ഭയന്ന് പലരും നേരത്തെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. ബുധനാഴ്ച ഓഹരി വിപണിയിൽ ഇടിവുണ്ടായതിന് കാരണം GDP റിപ്പോർട്ടാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഇത് ബൈഡന്റെ ഓഹരി വിപണിയാണ്, ട്രംപിന്റെ അല്ല എന്നായിരുന്നു ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. താരിഫ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും പല കമ്പനികളും യുഎസിലേക്ക് വരാൻ ഒരുങ്ങുകയാണെന്നും ട്രംപ് പറഞ്ഞു. കമ്പനികൾ യുഎസിലേക്ക് വരുന്ന കാര്യത്തിൽ റെക്കോർഡ് കുറിക്കാനാകുമെന്നും രാജ്യം വളർച്ചയിലേക്ക് കുതിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇപ്പോഴുള്ളത് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളുടെ ഹാങ് ഓവർ ആണെന്നും നിലവിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് താരിഫുമായി ബന്ധമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപിന്റെ നയങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡെമോക്രാറ്റുകൾ വീണ്ടും ആവർത്തിച്ചു. തൊഴിലില്ലായ്മ നിരക്ക് 4.2% കുറഞ്ഞെങ്കിലും സാമ്പത്തിക രംഗം ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നിട്ട് 100 ദിവസമേ ആയിട്ടുള്ളൂവെന്നും ഇതിനകം തന്നെ ഉൽപ്പന്നങ്ങളുടെ വില കൂടാൻ തുടങ്ങിയെന്നും സാധാരണക്കാർക്ക് ഇത് താങ്ങാൻ കഴിയില്ലെന്നും ഒറിഗോണിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ ജെഫ് മെർക്ലി അഭിപ്രായപ്പെട്ടു. എന്തായാലും ട്രംപിന്റെ കളിപ്പാട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറയുമെന്നും വില കൂടുമെന്നും ട്രംപ് സമ്മതിച്ചിരിക്കുകയാണ് എന്നാണ് വിമർശകർ പ്രസ്താവനയെക്കുറിച്ച് പറയുന്നത്. അതേസമയം യുഎസിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ജോ ബൈഡൻ ഭരണത്തിന്റെ ഹാങ് ഓവർ മാറാത്തതാണെന്നും രാജ്യം കുതിപ്പിലേക്ക് തിരിച്ചെത്തുമെന്നും ആവർത്തിച്ചു പറയുകയാണ് ട്രംപ്. താരിഫ് നയങ്ങൾ ചൈനയെയാണ് കൂടുതൽ ബാധിക്കുകയെന്ന കാര്യവും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്.